ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അണുക്കള നീക്കുക എന്നാണല്ലോ. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് ഫാം ഫുള്ള് നമ്മൾ അത് അടിച്ചു കൊടുക്കും. എപ്പോഴും ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയാക്കിയിട്ടാണ് ഇതിനെ വലുതാക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ന്യൂമോണിയ കണക്കുള്ള അസുഖങ്ങൾ വരാൻ, ഈ മരപ്പൊടി കണക്കുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ കണക്കുള്ള രോഗങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1 വീക്കോളം നമ്മൾ ഫാം ഫുള്ള് നീറ്റാക്കി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. ചില സമയങ്ങളിൽ 1 വീക്കിൽ കൂടുതൽ വരും. പൂക്കുളത്തേല ഗിരി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൻ്റെ അടുത്ത അരവഞ്ചാൽ എന്ന സ്ഥലത്താണ്. അവിടെ ഒരു കോഴി ഫാം നടത്തുന്ന യുവ സംരംഭക ശ്രുതി ബാലകൃഷ്ണനുമായിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് ശ്രുതി ബാലകൃഷ്ണനെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. ശ്രുതി, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ഒരു യുവ സംരംഭകയാണ്. കാണുമ്പോൾ നല്ല ആക്റ്റീവാണ്, എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു യുവതിയാണ്. കാരണം എല്ലാ കാര്യങ്ങളും നല്ല സംസാരമാണേലും ആ രീതിയിലാണ്, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടാനും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നല്ല മിടുക്കുള്ള ഒരു യുവതിയാണ് ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ നമ്മുടെ ഈ ഫാമിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ശ്രുതി, ഈ ഫാം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? ഈ ഫാം തുടങ്ങിയിട്ടൊരു 2 വർഷത്തിൻ്റെ മേലെ. 2 വർഷത്തിന് മേലെ അല്ലേ? അപ്പോൾ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വെറും നല്ല പാറപ്രദേശമായിരുന്ന സ്ഥലം. നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഭാഗത്തേക്ക് നോക്കി കല്ല് കൊത്തി ഇറക്കിയിട്ട് അതിൽ ലെവൽ ചെയ്തിട്ട് അതിനകത്താണ് ഫാം ആകിയിരിക്കുന്നത്. അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ഇത് ഇവിടെ ഇപ്പോൾ ഇതൊരു ഫാം അവർ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ അറിയാം, കരിങ്കൽ കരിങ്കലും പോയിട്ട് വെട്ടുകല്ലിൻ്റെ ചെങ്കല്ലിൻ്റെ ഒരു മേഖലയാണ് ഇവിടെ എല്ലാം. അപ്പോൾ കല്ല് കൊത്തി അത് വളരെ താഴ്ചയിൽ ഇപ്പോൾ ഏകദേശം ഒരു 10-25 അടിക്ക് മേലെ താഴ്ചയിൽ താന്നിട്ടുണ്ടാവും. എന്നിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ട് അവിടെയാണ് ഈ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നല്ലൊരു 3-4-5 ഷെഡൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ നല്ല നമ്പർ കോഴി വളർത്തുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംവിധാനം, കോഴിക്കുഞ്ഞിനെ നിങ്ങൾ കോഴിക്കുഞ്ഞിന് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരാം. അപ്പം നമ്മൾ അത് ഒരു 10-30-32 ദിവസമൊക്കെ ആകുമ്പോൾ വളർത്തിയിട്ട് ഇതിനെ കൊണ്ടുപോകാറാണ് പതിവ്. 32 ദിവസം ആകുമ്പോൾ നിങ്ങൾ വിൽപ്പന ചെയ്യും. അപ്പോൾ ഈ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നാണോ നമ്മൾ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കോഴിക്കുഞ്ഞിനെ ഇവിടെ ലഭ്യമാണോ? നമ്മളത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ ചില ടൈമിൽ എറണാകുളത്തു നിന്ന് കൊണ്ടുവരും, പിന്നെ കോയമ്പത്തൂരിൽ നിന്ന്. ഇങ്ങനെ ഇതിപ്പോൾ ഈ കുഞ്ഞിന് മാർക്കറ്റ് വേരിയേഷൻ ഒക്കെ ഉണ്ടാവും അല്ലേ? ഓരോ സമയത്ത് ഓരോ റേറ്റ് ആണ് വരിക. എപ്പോഴും ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഓരോ സമയത്ത് ഓരോ റേറ്റ് ആണ്. അപ്പോൾ അത് ചില സമയത്ത് നല്ല റേറ്റ് വരും, ചില സമയത്ത് അതിപ്പോൾ ചില സമയത്ത് വരെ. കാരണം അവർ മാർക്കറ്റ് കഴിഞ്ഞാലും ഇവിടെ ചില സമയത്ത് ഇടിക്കും, അത് കഴിഞ്ഞിട്ട് അവർ കോഴിക്കുഞ്ഞിന് വില കയറ്റും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഗവൺമെൻറ്റുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കോഴി ഫാം നടത്തുന്നവർക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഇറച്ചിക്കൊക്കെ നല്ല വിലയുണ്ടോ? ഇപ്പം അത്യാവശ്യം റേറ്റുള്ള ടൈമാണ്. എപ്പോഴും ഈ റേറ്റ് കിട്ടണം എന്നില്ല. ചില സമയത്ത് നല്ല റേറ്റ് ഉണ്ടാവും, ചില സമയത്ത് ആവറേജ്. മാർക്കറ്റിംഗ് എങ്ങനെയാണ്? ഡയറക്റ്റ് ചെയ്യുവാണോ? സ്റ്റാളുണ്ടോ? ഇവിടെ ചൂരൽ തവക്കൽ ട്രേഡേഴ്സ് ഉണ്ട്, കുറുക്കുട്ടി അബൂബക്കർ എന്ന് പറയുന്ന അവരാണ്. അപ്പോൾ അവരാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പം അതൊരു 30-32 ദിവസം ആകുമ്പോൾ കൊണ്ടുപോയി കംപ്ലീറ്റ് ആക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഈ 30 ദിവസം കൊണ്ട് ഏകദേശം നമ്മൾ ഒരു കോഴിക്ക് എത്ര വെയിറ്റ് വരുമായിരിക്കും? ഒരു 1,700 ശരാശരി അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ 32 ദിവസം കഴിഞ്ഞ് പരിചരിക്കുമ്പോൾ നമുക്കൊരു കോഴിക്ക് ഏകദേശം എത്ര തീറ്റ വേണ്ടി വരും? തീറ്റ അങ്ങനെ നമ്മളിപ്പം ചെറിയ ഇതായിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പം സാധാരണ നോർമലി
ഞാനിപ്പോൾ അധികം ചെയ്യുന്നത് ഇൻ്റഗ്രേഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ചെയ്യുന്ന ഇതല്ല. അപ്പോൾ അവര് തന്നെയാണ് നമുക്ക് തീറ്റയും കുഞ്ഞുങ്ങളെയും എല്ലാം തരുന്നത്. അപ്പോൾ അവര് ഇപ്പം ഒരു ഷെഡിൽ നമുക്കിപ്പോൾ ആവറേജ് ഒരു 2000-2200 കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ അതിന് കണക്കായിട്ടുള്ള തീറ്റ അവരെത്തിക്കും. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ലാസ്റ്റ് ഇതിന് ഒരു 32 ദിവസം കഴിയുമ്പോൾ ഇത്ര വെയിറ്റ് ആവറേജ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത? ഇവിടെ രോഗങ്ങളൊന്നും ഇല്ല. കാരണം ഇതൊരു നല്ല തുറന്ന സ്ഥലമാണ്. കാറ്റിന്റെ ഇത് എയർ പാസേജ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് രോഗങ്ങളൊന്നും ഇവിടെ ഫാമിൽ ഉണ്ടാവാറില്ല. നന്നായിട്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെള്ളത്തിന് ഓട്ടോമാറ്റിക് ഉണ്ട്. നമ്മൾ ഫിൽറ്റർ സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം നമ്മൾ എന്താ പറയുക, ഒരു ദിവസം പ്രായമുള്ള ചിക്സിനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. സാധാരണ ഇത് ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ നോക്കിയിട്ട് എടുക്കണം. കാരണം ബ്രോയിലർ കോഴിക്ക് പ്രതിരോധ ശേഷി വളരെ കുറവാണ് ഉണ്ടാവുക. അപ്പോൾ അത് അറിയാലോ. ഇപ്പം നമ്മളിപ്പോൾ കോഴി ഇട്ടു, ഇപ്പം 32 ദിവസം കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിത് ക്ലീൻ ആക്കിയിട്ട് ഇത്ര ദിവസം നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, കോഴീനെ കംപ്ലീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഇതിൻ്റെ വേസ്റ്റായിട്ട് വന്ന വളം കംപ്ലീറ്റ് നമ്മൾ വാരി ചാക്കിൽ നിറക്കും. ഈ ഫീഡിൻ്റെ അതേ ബാഗിൽ തന്നെയാണ് നമ്മൾ നിറക്കാറ്. 50 kg വരുന്ന ആയിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് അതിനകത്ത് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ചകിരിച്ചോറാണ്. അതായത് ചകിരിൻ്റെ നാര് ഒഴിവാക്കിയിട്ട് ഫിൽട്ടർ ചെയ്ത ചകിരിച്ചോറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ഈ ബാഗിൽ വാരി നിറച്ച് നമ്മൾ ഫാം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യും. ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കക്കയില്ലേ, കുമ്മായം കക്ക നമ്മൾ ഇതാക്കിയിട്ട് കുമ്മായത്തിൻ്റെ രൂപത്തിലാക്കി മാറ്റും, തിളപ്പിച്ചിട്ട് ബോയില്. നമ്മള് നീറ്റ് കക്ക വാങ്ങി വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് അങ്ങനെ കുമ്മായ അല്ല, ഡയറക്റ്റ് കുമ്മായല്ല നമ്മൾ ഇടുന്നത്. നമ്മളെ ആ ഒരു പ്രോസസ്സ് കക്ക വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കൂടെ ഫാമിലി കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അണുക്കള നീക്കുക എന്നാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഫാം ഫുള്ള് നമ്മളത് അടിച്ചു കൊടുക്കും. ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1 വീക്കോളം നമ്മൾ ഫാം ഫുള്ള് നീറ്റാക്കി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. ചില സമയങ്ങളിൽ 1 വീക്കിൽ കൂടുതൽ വരും. അറിയാലോ, നമ്മൾ ആ ഒരു കറക്റ്റ് പ്രോസസ് വേല തന്നെ ഇപ്പം ഇന്ന് ഇട്ട് കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ അടുത്ത ബാച്ച് ഇടാനൊന്നും നമുക്ക് പറ്റൂല. അതിൻ്റെ ഇടയിൽ ചിക്സിന്റെ റേറ്റ്, സാഹചര്യങ്ങൾ എല്ലാം കൂടി നോക്കിയിട്ടാണ് ചെയ്യുക. കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഈ വളങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എടുത്തു വെക്കാൻ അതിൻ്റെ ഇതുണ്ട്, സ്റ്റോർ ചെയ്യുന്ന സ്റ്റോർ റൂം ഉണ്ട്. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം അറിയാൻ സാധിച്ചിപ്പം ചകിരിച്ചോറിന് ഭയങ്കര ഡിമാൻഡാണ്, കിട്ടാനില്ല. കാരണം ഇപ്പം ഞാനിപ്പം പല അന്വേഷിച്ച് കഴിഞ്ഞപ്പം ചകിരിയുടെ തൊണ്ട് കംപ്ലീറ്റ് ഇവിടുന്ന് തമിഴ്നാട്ടിൽ കയറി പോവുകയാണ്. കാരണം അവിടെ നിന്ന് ഈ സാധനം കംപ്ലീറ്റ് എക്സ്പോർട്ട് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള അത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ചകിരിച്ചോറ് നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ തരുന്ന ഒരാളുണ്ട്. അപ്പോൾ അവർ മുഖേനയാണ്, ശശി എന്നാണ് അവരുടെ പേര്, അവരാണ് നമുക്കധികം തരാറുള്ളത്. പിന്നെ നമ്മൾ വണ്ടി തന്നെ പോയിട്ടാണ് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൻ്റെ സാധനങ്ങൾ കിട്ടലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ചകിരിച്ചോറ് ഇടുന്നതാണ് എപ്പോഴും ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയാക്കിയിട്ടാണ് ഇതിനെ വലുതാക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ന്യൂമോണിയ കണക്കുള്ള അസുഖങ്ങൾ വരാൻ, ഈ മരപ്പൊടി കണക്കുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ കണക്കുള്ള രോഗങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിൽ അങ്ങനെ കോഴിക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അത്രയും നീറ്റായിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇത്ര ഷെഡ്, അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഒരു ഫാം എന്ന ഇതല്ല. ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും പറയാറുണ്ട് ഒരു ഫാമിൻ്റെയോ അങ്ങനെ യാതൊരു വിധ സ്മെല്ലോ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പം തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് പറഞ്ഞേ? ഒരു 2.5 വർഷം. ഈ 2.5 വർഷത്തെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ്? സംതൃപ്തി ഉണ്ടോ? ഈ
നമ്മൾ ചെയ്തിട്ട് ഫാം ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഹാപ്പിയാണ്. അങ്ങനെ ഹാപ്പി ആണെന്ന് പറയുമ്പോൾ ഒരു ഹാപ്പി അല്ല എന്നുള്ളത്, ഹാപ്പി എന്ന് പറയുമ്പോൾ ശരിക്കും ഹാപ്പി ആയിരിക്കും. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഫാം ഇതിലേക്ക് എത്തിയത്. അറിയാലോ, നമുക്ക് ഒരുപാട് പേപ്പറും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ പുറത്ത് നമ്മൾ ചെയ്യണം, ഇതിന്റെ ലൈസൻസും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിലേക്ക് എത്തിയത്. ഈ നമ്മളൊരു ഫാം തുടങ്ങണമെങ്കിൽ ആദ്യമായിട്ട് ഇതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ കുറേ പണിയുണ്ടല്ലേ, പേപ്പർ വർക്കുകൾ ഉണ്ട്. പേപ്പർ വർക്ക് ഒരുപാടുണ്ട്. ആദ്യം നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അതിന്റെ പേപ്പറിന് വേണ്ടിയിട്ട്, അതായത് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പഞ്ചായത്ത് ആണ്, നമുക്ക് പഞ്ചായത്ത് ലൈസൻസ്, വെറും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പേപ്പർ മാത്രം പോരാ, നമുക്ക് പഞ്ചായത്തിന്റെ അനുമതി വേണം. അപ്പം ഓരോ ബിൽഡിങ്ങിനായിട്ടുള്ള ഇതെടുക്കണം. ഈ ബിൽഡിങ്ങിന് ഈ ബിൽഡിങ്ങിനൊക്കെ പെർമിഷൻ വേണം അല്ലേ? പെർമിഷൻ വേണം, എല്ലാം ആക്കണം. അപ്പം പിന്നെ നമ്മളെ സ്റ്റാഫ് കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇങ്ങനെ ഒരു നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം അല്ലേ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ കുറച്ച് തലവേദന ഉള്ള ആണ്, കാരണം ഉണ്ട്. കാരണം നമ്മളെ പണിക്കാര് പ്രോപ്പർ വേയിൽ നമ്മൾ പറയുന്നത് പോലെ അവരെ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതില്. അപ്പൊ ഈ ഇതിനകത്ത് ഇപ്പം ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് പപ്പായൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ റെഡ് ലേഡി ആണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഈൽഡാണ്. ഞാൻ പപ്പായന്റെ തൈയൊക്കെ വാങ്ങിയത് ഇവിടെ വൈപ്പീര്യം ആസിയാട്ടിന്റെ ഫാമിൽ തന്നെയാണ്. അപ്പോ എന്റെ ഫാമിൽ തന്നെ വാങ്ങിയ പപ്പായ തൈയാണ്. അപ്പൊ അത് ഞാന് പപ്പായ തൈ മാത്രല്ല, ഞാനിവിടെ നട്ട ഏത് ഫലവൃക്ഷ തൈ ആണെങ്കിലും ഞാൻ അസിയാട്ടിന്റെ ഫാമിൽ തന്നെയാണ് ഞാൻ വാങ്ങാറുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് മാവ്, അതുപോലെ റെഡ് ലേഡീൻ്റെ തൈ, അതുപോലെ നമ്മൾ വിയറ്റ്നാം വെള്ളി, പ്ലാവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു അഡ്വൈസ് തരുന്ന ആളാണ് അസിയേട്ടൻ. അതുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷൻ ഞാൻ നോക്കാറില്ല. ഫസ്റ്റ് എന്ത് ഇതുണ്ടെങ്കിലും ആദ്യം അസിയേട്ടനെ വിളിച്ചിട്ടാണ് ഇത് പറഞ്ഞ് റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് അസിയേട്ടനെ ഏൽപ്പിക്കുമ്പോഴുള്ളൊരു ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പറഞ്ഞ ടൈമിൽ നമുക്ക് ആ സാധനം കിട്ടും. അത് അസിയേട്ടനെ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സാധനം ഇവിടെ എത്തിച്ചു തരുന്ന ആളാണ് അസിയേട്ടൻ. അപ്പോൾ ഒരുപാട് കാലത്തെ പരിചയമുണ്ട് അസിയേട്ടനുമായിട്ട്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടു കാണും, ഇപ്പം ഇതിനകത്ത് 1 ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റ് ഇല്ല. എല്ലാ ഭാഗത്തും ഇപ്പം മാവ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് പച്ചക്കറി ആക്കിയിട്ടുണ്ട്. വഴുതനയൊക്കെ രണ്ടാമത്തെ വർഷമാണ് നല്ല രീതിയിൽ പിടിക്കുന്ന വഴുതന, നീല വഴുതന വെച്ചിട്ടുണ്ട്. പിന്നെ മാവുകൾ പല സൈസുണ്ട്. ഇപ്പം പുതിയതായിട്ട് ഈ വർഷം ഇതിനകത്ത് ഈ ഒരു സ്ഥലം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം ചെയ്തിരിക്കുന്നത് കവുങ്ങ് കൃഷിയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമാണ് വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇഞ്ചിയും മഞ്ഞളൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിയായ രീതിയിൽ ഒരു കാർഷിക മേഖലയോട് ചേർന്ന് കൊണ്ടാണ് ഒരു ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഒരു മെച്ചം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് കാരണം, പരിശ്രമമാണ് ഏത് സമയത്തും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രുതി ഓരോ കാര്യത്തിന് എപ്പോഴും വിളിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡുള്ള ഒരു കുട്ടിയാണ്. കാരണം ഏത് കാര്യം പറഞ്ഞാലും നമ്മൾ ഒരു കാര്യം ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് വിജയിക്കുമോ ആവുമോ അങ്ങനെയൊന്നുമില്ല, തൻ്റെ ഇടത്തോടെ ഇറങ്ങി ഒരു മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തന്നെയാണ് ഒരു ശ്രുതി ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതും നമ്മുടെ ഇതിലേക്ക് കടന്നു വരുന്ന, ഇത് മാത്രമല്ല പല പ്രസ്ഥാനത്തിലേക്കും ബിസിനസ്സിലെ രംഗത്തേക്കും പല രംഗത്തേക്കും കടന്നു വരുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു മാർഗദർശിയായിട്ട് ശരിയായ രീതിയിൽ ശ്രുതി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും ഇത് കണ്ടുപഠിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ് ശ്രുതി. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാലത്തെ പരിചയമുണ്ട്. എല്ലാ കാര്യങ്ങളും അതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം കവുങ്ങൊക്കെ വെച്ചേക്കുന്നത് കണ്ടാൽ ഇത് മണ്ണിട്ട് ലെവലാക്കി അതിനകത്താണ് കവുങ്ങ് വെച്ചിരിക്കുന്നത്. അതിനിടയിൽ ഇത് മണ്ണിട്ടതാകുമ്പോൾ മണ്ണിൽ കുറച്ച് വളക്കൂറൊക്കെ കുറവുണ്ടാവും. അതിനിടയിൽ വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭൂമി പോലും വേസ്റ്റാക്കാണ്ട് അതിനകത്ത് പരമാവധി നമ്മൾ അതിനകത്ത് വരുമാനം കണ്ടെത്തുക എന്നുള്ള മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ശ്രുതിയായിട്ട് ഇവിടെ വന്ന് നമ്മൾ ഈ ഫാമൊക്കെ കണ്ടു, അവരോട് പരിചയപ്പെട്ടു, അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. അപ്പം
ശ്രുതി ഒത്തിരി നന്ദി നമ്മുടെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ സമയം ചെലവഴിക്കാനും ഒക്കെ കാണിച്ചതിന് എപ്പോഴും താങ്ക് യു വെരി മച്ച്. താങ്ക് യു